ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർജുന് വേണ്ടി ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ഗർഭിണിയായ പശുവിനെ വിറ്റ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നന്മണ്ട സ്വദേശി ആശാരിപ്പടിക്കൽ AP ശ്രീധരൻ. ബാലനിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി അത്തോളി GMUP സ്കൂളിലെ കുട്ടികൾ മാതൃകയായി. വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രദേശത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിന് അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ. വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് 15 വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം നൽകാനൊരുങ്ങി യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അർജുന് വേണ്ടി ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ഇക്കാര്യത്തിൽ കർണാടക ഗവർണർ ഉറപ്പു നൽകിയതായും ഗവർണർ PS ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഷിരൂരിൽ അപകടത്തിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തൽക്കാലം നിർത്തിവെച്ചെങ്കിലും പുനരാരംഭിക്കുമെന്ന് കർണാടക ഗവർണർ ഉറപ്പു നൽകിയതായി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉദാസീനത ഉണ്ടായിട്ടില്ലെന്നാണ് കർണാടക ഗവർണർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായമാണ് അർജുന്റെ കുടുംബത്തിനും കേരളത്തിലെ ആളുകൾക്കുമുള്ളതെന്നും ഗവർണറോട് പറഞ്ഞിട്ടുണ്ടെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അർജുന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിനിഞ്ഞാന്ന് ഞാനും അവിടുത്തെ ഗവർണർ ഒന്നിച്ചാണ് ഗവർണേഴ്സ് കോൺഫറൻസ് അടുത്തടുത്ത രാവിലെ മുതൽ വൈകുന്നേരം കാര്യങ്ങളിൽ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തെ പക്ഷെ അവരുടെ ദൃഷ്ടിയിൽ അങ്ങനെ താഴെ ഉദാസീനത ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. എന്തായാലും ആ കുടുംബത്തിനും കേരളത്തിലെ ആളുകൾക്കും കുറേ കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതേ പറഞ്ഞാൽ അവിടെ ചെന്നാൽ അദ്ദേഹം പെട്ടെന്ന് നിർദ്ദേശം കൊടുക്കാം. തൽക്കാലം നിർത്തിവെച്ചെങ്കിലും അത് പൂർത്തിയാക്കും എന്ന് ഗവർണർ ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ അത്രമാത്രം വൈകുന്നവരെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഈ രാഷ്ട്രപതി ഭവനിലെ ഗവർണേഴ്സിൻ്റെ കോൺഫറൻസിൽ ഒന്നിച്ചായിരുന്നു. അടുത്തടുത്ത് ശ്രദ്ധിക്കണമായിരുന്നു. സഹോദരി എന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് സാങ്കേതികമായി കിട്ടേണ്ട സഹായം ലഭിച്ചിട്ടില്ല, അതിന് ഉത്തരവ് വന്നില്ല എന്നാണ്. ഏതായാലും അതിപ്പോൾ പരിഹരിക്കപ്പെടും. കാരണം തുടരണം എന്ന് ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവുണ്ടായാൽ പിന്നെ അതിനപ്പുറം ഒരു ഓർഡറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത് ജാഗ്രതയിൽ ചെയ്യും. മന്ത്രി സജി ചെറിയാൻ, UDF കൺവീനർ MM ഹസൻ എന്നിവരും അർജുന്റെ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗർഭിണിയായ പശുവിനെ വിറ്റ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി 76-കാരൻ നന്മണ്ട സ്വദേശി ആശാരിപ്പടിക്കൽ AP ശ്രീധരനാണ് ദുരിതമനുഭവിക്കുന്നവർക്ക് തന്നാൽ കഴിയുന്ന പണം സമാഹരിച്ച് നൽകിയത്. വയനാടിന് കൈത്താങ്ങാകാൻ ഗർഭിണിയായ പശുവിനെ വിറ്റ് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി 76-കാരൻ കോഴിക്കോട് നന്മണ്ട സ്വദേശി ആശാരിപ്പടിക്കൽ AP ശ്രീധരനാണ് തന്റെ 6 മാസം ഗർഭിണിയായ നാടൻ ഇനത്തിലുള്ള പശുവിനെ തിങ്കളാഴ്ച വിറ്റ് പണം സമാഹരിച്ചത്. നന്മണ്ട കർഷക സംഘത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആവശ്യക്കാർ എത്തി 17,000 രൂപയ്ക്ക് വിലയുറപ്പിച്ചു. കർഷക സംഘം ജില്ലാ നേതാവും കൺസ്യൂമർ ഫെഡ് ചെയർമാനുമായ M മെഹബൂബ് ശ്രീധരനിൽ നിന്നും പശുവിനെ ഏറ്റുവാങ്ങി. ഗർഭിണിയായ പശുവായതിനാൽ വാങ്ങുന്നവർ ആരായാലും അറവുകാർക്ക് നൽകാതെ വളർത്തുകയും ചെയ്യും.
ശ്രീധരൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു പശുവാണിത്. 6 മാസം ഗർഭിണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇപ്പം വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു ചെറിയ കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചത്. ഞങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ എന്ത് കൊടുക്കും എന്നുള്ളത് തൽക്കാലം കയ്യിൽ ഇപ്പം പൈസ ഒന്നും ഇല്ലാത്തപ്പോൾ എന്ത് കൊടുക്കും എന്നുള്ളതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് ഒരു തീരുമാനം എടുത്താണ് ഇങ്ങനെ പശുവിനെ നമുക്ക് കൊടുക്കാന്നുള്ളത്. അപ്പോൾ 6 മാസം ഗർഭിണിയായത് കൊണ്ട് ഇതിനെ ആരും അറുപത് കൊല്ലും അങ്ങനത്തെ ഇതിനും ഉപയോഗിക്കില്ല. അതെന്തായാലും പോറ്റും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പോൾ പല ആൾക്കാരും പല ചാനലിൽ ഇരുന്നിട്ട് ഇപ്പോൾ നമുക്കറിയാലോ, പിന്നെ കുടുക്ക പൊട്ടിക്കൂല, അല്ലെങ്കിൽ അതിലിപ്പോൾ ആടിനെ കൊടുക്കൂല, പശുവിനെ കൊടുക്കൂല എന്നൊക്കെ ഇങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ പല ആൾക്കാരും ഇങ്ങനെ ഒരു പ്രചരണമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പശുക്കിടാവ് കൂടി സ്വന്തമായുള്ള ശ്രീധരൻ മുൻപ് തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. പ്രായമായതിനാൽ ഇപ്പോൾ തെങ്ങ് കയറാറില്ല. പെട്ടെന്നെടുക്കാൻ പണം ഇല്ലാത്തതിനാലാണ് പശുവിനെ വിൽക്കുക എന്ന തീരുമാനത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തങ്ങളുടെ സമ്പാദ്യമായ ബാലനിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കൊച്ചുകുട്ടികൾ. ഇത്തരത്തിൽ ബാലനിധിയിലൂടെ അല്ലാതെയും കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും സമാഹരിച്ച 1 ലക്ഷത്തിലേറെ രൂപയാണ് അത്തോളി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അത്തോളിക്ക് സമീപം വേളൂർ GMUP സ്കൂളിലെ 59 വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർ കൂടി ചേർന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് വയനാടിനായി സമാഹരിച്ചത് 1 ലക്ഷത്തിലേറെ രൂപ. 59 സ്കൂൾ കുട്ടികൾ തങ്ങളുടെ സമ്പാദ്യ പദ്ധതിയായ ബാലനിധിയിലെ തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. ഇതോടൊപ്പം സമ്പാദ്യ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടി വിഹിതമിട്ടതോടെ തുക 1 ലക്ഷം കവിഞ്ഞു. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി SR ജ്യോതികയാണ് ബാലനിധിയിലെ സമ്പാദ്യം വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. തുടർന്ന് ജ്യോതികയുടെ ക്ലാസ്സിലെ കുട്ടികളും മറ്റ് ക്ലാസ്സിലെ കുട്ടികളുമായി വിദ്യാർത്ഥികൾ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഈ സ്കൂൾ അവധിയായ ദിവസങ്ങളിൽ ഞാൻ പത്രത്തിലൂടെയും ടിവിയിലൂടെയെല്ലാം മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെ കണ്ടു. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവരും വിദ്യാലയം നഷ്ടപ്പെട്ടവരും ഭക്ഷണം നഷ്ടപ്പെട്ടവരും എല്ലാവരുടെയും വേദനകളെ കുറിച്ച് എനിക്ക് അതിലൂടെ അറിയാൻ സാധിച്ചു. അപ്പോൾ എന്റെ സ്കൂൾ സമ്പാദ്യ പദ്ധതിയായ ബാലനിധിയിലെ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് നൽകാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ കൂടെ തന്നെ എന്റെ ഈ എല്ലാ കൂട്ടുകാരും ആ പദ്ധതിയിലേക്ക് തന്റെ ബാലനിധിയിലെ എല്ലാ തുകയും കൊടുക്കാൻ തീരുമാനിച്ചു. തുക എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രധാനാധ്യാപകൻ TM ഗിരീഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദുരന്തഭൂമിയായ വിലങ്ങാട് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ഈ പ്രദേശത്ത് ജനങ്ങളുടെ പുനരധിവാസത്തിന് അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെട്ടു. വിലങ്ങാട് മഞ്ഞക്കുന്ന് പാലൂർ മലയുടെ മുകളിൽ ചെറുതും വലുതുമായ 6ഓളം ഉരുൾപൊട്ടലുകൾ നടന്നു. സമീപവാസികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വീടുകളിൽ നിന്നും എല്ലാവരും മാറി താമസിച്ചതിനാലാണ് ഒരു വലിയ ദുരന്തം തന്നെ ഒഴിവായത്. 26ഓളം വീടുകൾ 3 കടകളും പൂർണ്ണമായി മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയും ചെയ്തു. 70ഓളം വീടുകൾ ഭാഗികമായി തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 400 ഏക്കർ സ്ഥലത്തെ കൃഷികൾ പൂർണ്ണമായി നശിക്കപ്പെടുകയും ചെയ്തു.
ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നത് വലിയ ഒരു ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ മരണപ്പെട്ട കളത്തിങ്കൽ മാത്യു സാറിന്റെ വീട്ടിൽ പോയി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രദേശത്ത് ജനങ്ങളുടെ പുനരധിവാസത്തിന് അടിയന്തര പാക്കേജ് നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനായി സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹകരണം കത്തോലിക്ക കോൺഗ്രസ് നൽകുന്നതാണെന്നും അറിയിച്ചു. അവരുടെ വീടുകളും അവിടെ കൃഷിയിടങ്ങൾ സർവ്വവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തിലെ ഒരു അംഗത്തിനെങ്കിലും ഒരു ജോലി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണമെന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ് പറയാനുള്ളത്. സാമുദായിക സംഘടന എന്നുള്ള കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ ജാതിമത വർണ്ണവർഗ ഭേദമന്യേ തീർച്ചയായിട്ടും ഇവർക്ക് സഹായം ചെയ്യാൻ സാധിക്കുന്ന മേഖലകളിലൊക്കെ ഞങ്ങൾ സഹായം എത്തിച്ചു കൊടുക്കുന്നതാണ്. എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സത്വരമായ നടപടികൾ ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും നഷ്ടപ്പെട്ടു പോയ വീടുകളെ പുനർനിർമ്മിക്കാനും ഉണ്ടാകണമെന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം. ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ, വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, സെക്രട്ടറി ബെന്നി ആന്റണി, ഗ്ലോബൽ പ്രതിനിധി ബേബി കിഴക്കേഭാഗം, താമരശ്ശേരി രൂപത ഡയറക്ടർ ഫാദർ സബിൻ തുള്ളിൽ, രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, രൂപത എക്സിക്യൂട്ടീവ് അംഗം ജോബി ആന്റണി, ജോബിൻ എന്നിവർ സന്ദർശന ടീമിൽ ഉണ്ടായിരുന്നു. പ്രദേശവാസികളായ ശ്രീ ജോർജ് മണിമലയാണ് ഈ സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട കൊടുമരത്തിൽ ഡാർലിൻ ഡൊമിനിക്കാണ് അനുഭവങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്റർ UC ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബിൽ ചേർന്ന മാധ്യമപ്രവർത്തകരുടെ യോഗം അനുശോചിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അനുശോചനം സംഘടിപ്പിച്ചത്. ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്റർ UC ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബിൽ ചേർന്ന മാധ്യമപ്രവർത്തകരുടെ യോഗം അനുശോചിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ PK സജിത്ത് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സെക്രട്ടറി PS രാകേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PP അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ഹരിദാസൻ പാലയിൽ, കോയ മുഹമ്മദ്, KF ജോർജ്, KM മോഹൻദാസ്, CM കൃഷ്ണപണിക്കർ, K ബാബുരാജ്, C അബ്ദുറഹ്മാൻ, TR മധുകുമാർ, AP അബൂബക്കർ, ജയകൃഷ്ണൻ നരിക്കുട്ടി, M സുധീന്ദ്രകുമാർ, EP മുഹമ്മദ്, PV ജിജോ എന്നിവർ പ്രസംഗിച്ചു. കുറെ കാലമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ UC ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വിളിച്ചു. പക്ഷെ UCക്ക് ഇങ്ങനെ രോഗം ബാധിച്ചു എന്ന് പറയുന്നത് ഏകദേശം 2 ആഴ്ച മുമ്പ് UCയുടെ അടുത്ത ബന്ധുവിന്റെ പഴയ ദേശാഭിമാനിയുടെ മാനേജർ AKP പറയും ഇങ്ങനെ മലബാറിലേക്ക് പോകുന്നുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. M ജയതിലകൻ സ്വാഗതവും CPM സെയ്ദ് അഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് 15 വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ നൽകും. സംഘടനാ നേതാക്കൾ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിൽ ജൂലൈ 29-നുണ്ടായ ഉരുൾപൊട്ടലിൽ മുണ്ടക്കയിലും സമീപ പ്രദേശത്തും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി 15 വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം നൽകാൻ കോഴിക്കോട് യാഷ് ഇന്റർനാഷണൽ ഹോട്ടലിൽ ചേർന്ന UMC സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ദുരന്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുടെ സ്ഥിതി വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ സ്ഥാപനങ്ങൾ കൂടി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ആ സഹോദരങ്ങളെ ഒരു കൈത്താങ്ങ് സഹായിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന ഭരണസമിതി ഇന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനപ്രകാരം 15 വീടുകൾക്ക് വേണ്ട സ്ഥലം യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന നമ്മുടെ സംഘടന കൊടുക്കും. അതുപോലെ തന്നെ അവിടെ കച്ചവടം നഷ്ടപ്പെട്ട കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളെ കുറിച്ചും നോക്കാനും തീരുമാനമെടുക്കാനുമായിട്ടുള്ള ഡെലിഗേറ്റ്സ് 2 ദിവസത്തിനകം അവിടെ സന്ദർശിച്ച്
ആ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തി അക്കാര്യങ്ങളിലും തീരുമാനമെടുക്കാനായിട്ട് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നമ്മൾ തീരുമാനിക്കും. സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് അധ്യക്ഷനായ യോഗത്തിൽ ജനറൽ സെക്രട്ടറി TF സെബാസ്റ്റ്യൻ, സംസ്ഥാന നേതാക്കളായ CH ആലിക്കുട്ടി ഹാജി, നിജാം ബഷീർ, CV ജോളി, KK നിയാസ്, KM കുട്ടി, TPA ഷഫീഖ്, അലി ഐന, ബൈജു തളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ SK പൊറ്റക്കാടിന്റെ 42ാം അനുസ്മരണം ആചരിച്ചു. പ്രൊഫസർ KV ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ സാഹിത്യ മേഖലകളിലെ പ്രമുഖർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. SK പൊറ്റക്കാടിന്റെ 42ാം ചരമവാർഷിക അനുസ്മരണ പരിപാടികൾ SK സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. SK പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. അനുസ്മരണ സമ്മേളനം പ്രൊഫസർ KV ജോർജ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു രാജ്യത്ത് പോകുന്നതിന് മുമ്പ് അവിടുന്ന് പേര് സമഗ്രമായിട്ട് പഠിക്കും. അവിടെ പോയി ഇന്നത്തെ മാതിരി വിമാനത്തെ കയറി അവിടെ പോയി, അതായത് മക്കളുടെ പ്രസവത്തിനും ഒക്കെ ആണല്ലോ യാത്ര എന്നുള്ള, അതൊന്നുമല്ല. യാത്ര ചെയ്യാൻ വേണ്ടി തന്നെ യാത്ര ചെയ്ത് അവിടെ പോയി അതിന്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന പാട് എഴുതുകയല്ല. പോകുന്നതിന് മുമ്പ് എഴുതുന്ന ആളിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നിട്ട് 5-6 വർഷം ഇതിന്റെ പുറത്ത് തപസിരുന്നിട്ടാണ് പുസ്തകങ്ങൾ എഴുതുന്നത്. അല്ലാതെ ഈ അപ്പം ചുടുന്ന പോലെ ഇങ്ങനെ പുസ്തകം എഴുതുന്ന ഒരാളായിരുന്നില്ല SK പൊറ്റക്കാട്. അപ്പോ അദ്ദേഹം ആ നാടിന്റെ സൂക്ഷ്മ ചിത്രങ്ങളാണ്. അതെല്ലാം സ്ഥലങ്ങളെയും നോവലുകൾ മാത്രമല്ല, കഥകൾ മാത്രമല്ല തർജ്ജമ ചെയ്യാവുന്നത് എന്ന് തെളിയിച്ച ആളാണ് അദ്ദേഹം. സ്ഥലങ്ങളെയും തർജ്ജമ ചെയ്യും അദ്ദേഹം. വിദേശത്തെ ഒരു സ്ഥലം കാണുമ്പോൾ, ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളെ നമുക്ക് പരിചയമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവതരിപ്പിക്കും. SK സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സമിതി ചെയർമാൻ P ദിവാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ T റനീഷ്, KTLC സെക്രട്ടറി V സുരേഷ് ബാബു, സാംസ്കാരിക കേന്ദ്രം വൈസ് പ്രസിഡന്റ് സുമിത്ര ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി പൂനൂർ K കരുണാകരൻ, ട്രഷറർ VP മാധവൻ നായർ, ജോയിന്റ് സെക്രട്ടറി E ജയരാജൻ, സെക്രട്ടറി PMV പണിക്കർ തുടങ്ങിയവരും പരിപാടികളിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSF ജില്ലാ സാഹിത്യോത്സവിന് ഓഗസ്റ്റ് 7-ന് കൊടുവള്ളിയിൽ പതാക ഉയരും. ജില്ലാ സാഹിത്യോത്സവത്തിനോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സാഹിത്യ ചർച്ചാ സംഗമങ്ങൾ നടക്കും. ചരിത്രകാരൻ ഡോക്ടർ MR രാഘവ വാര്യർ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യോത്സവിന്റെ ഭാഗമായി വ്യത്യസ്ത സാംസ്കാരിക പരിപാടികൾ, ചർച്ചാ സംഗമങ്ങൾ എന്നിവ നടക്കും. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളിൽ ഉള്ളുകൊള്ളാത്ത വാക്കുകൾ ഉൾക്കൊള്ളലിൻ്റെ ഭാഷ എന്ന വിഷയത്തിൽ സാംസ്കാരിക സംഗമം, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ലളിത ജീവിതത്തിലെ വലിയ മാതൃക എന്ന വിഷയത്തിൽ ചർച്ചാ സംഗമം, പ്രസാദക രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറം എന്ന വിഷയത്തിൽ സാഹിത്യ സംവാദം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വിശ്വാസപൂർവം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി പുസ്തക ചർച്ച തുടങ്ങി വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. യുനെസ്കോയുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിതമായ കോഴിക്കോട് നഗരത്തെ പ്രമേയമാക്കിയാണ് ജില്ലാ സാഹിത്യോത്സവ് സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. നേരുപെറ്റ ദേശത്തിന്റെ കഥ എന്ന പ്രമേയത്തിൽ കൊടുവള്ളി കളരാന്തിരിയിൽ ഓഗസ്റ്റ് 7 മുതൽ 11 വരെയാണ് സാഹിത്യോത്സവ് നടക്കുന്നത്. ഓഗസ്റ്റ് 7-ന് വൈകിട്ട് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് TK അബ്ദുറഹിമാൻ ബാക്കവി പതാക ഉയർത്തും. ജില്ലയിലെ 14 ഡിവിഷനുകളിൽ നിന്നുള്ള 2500-ൽ പരം വിദ്യാർത്ഥികൾ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജൂനിയർ, സീനിയർ, ക്യാമ്പസ്, ജനറൽ കാറ്റഗറികളിലായി മത്സരിക്കും.
ചരിത്രകാരൻ ഡോക്ടർ MR രാഘവ വാര്യർ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് SSF കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്സൽ ഹുസൈൻ A, ജില്ലാ സെക്രട്ടറി CA അഹമ്മദ് റാസി, ഹക്കീം സിദ്ദീഖി പോർങ്ങോട്ടൂർ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഐ ട്രസ്റ്റ് ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ് എളേറ്റിൽ വീണപാറയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് വലിയ ഖാസി ജമലുല്ലൈലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഐ ട്രസ്റ്റ് ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഐ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ റാവു ക്യാമ്പിന് നേതൃത്വം നൽകി. കൊഡാക്ക്, സെയ്സ്, ക്രൈസൽ, നോവ എന്നീ ബ്രാൻഡഡ് ലെൻസുകളും ടൈറ്റാനിയം, ബോസ്, റൈബാൻ, അർബാനി, ID എന്നീ ബ്രാൻഡഡ് ഫ്രെയിമുകളും ലഭ്യമാണ്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് മാനേജിംഗ് ഡയറക്ടർ ഷമീർ EC, നരുക്കിനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം, കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജീദത്ത് ചന്ദ്രൻ, വാർഡ് അംഗം നൌഷാദ് ചമ്പ്ര, MA ഗഫൂർ മാസ്റ്റർ, ഭരതൻ മാസ്റ്റർ, ഹോസ്പിറ്റൽ PRO അനിൽ പൗലോസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുനു വേണ്ടി ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. ഗർഭിണിയായ പശുവിനെ വിറ്റ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നന്മണ്ട സ്വദേശി ആശാരിപ്പടിക്കൽ AP ശ്രീധരൻ. ബാലനിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി അത്തോളി GMUP സ്കൂളിലെ കുട്ടികൾ മാതൃകയായി. വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രദേശത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിന് അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ. വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് 15 വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം നൽകാനൊരുങ്ങി യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.